തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയതിന് പിന്നാലെ ഇന്ത്യയുടെ വാർ ക്യാബിനറ്റ് ഡൽഹിയിൽ ചേർന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയാണ്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോഴും കൂടിക്കാഴ്ച തുടരുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? മോദി ക്യാബിനറ്റ് യോഗങ്ങൾ ഇതിനോടകം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അതുപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ടും പ്രധാനമായി ഒരു പ്രത്യേക യോഗം ചേരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചില നിർണായക തീരുമാനങ്ങളടക്കം ഈ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റ് യോഗവും അതുപോലെ തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് ഉപസമിതി യോഗവും അതിന് പുറമേ തന്നെ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള യോഗവും രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള യോഗവും അടക്കമാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പൂർത്തിയായിരിക്കുന്നത്. ഇതിന്റെ മറ്റ് കാര്യങ്ങൾ, ഇതിൽ കൈക്കൊണ്ട നടപടികളടക്കം ഉച്ചയ്ക്ക് 3 മണിക്ക് ചേരുന്ന പത്രസമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്താനും അതിന്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും വേണ്ടിയിട്ടുള്ള പ്രത്യേക പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ സൈനിക അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഉപരോധങ്ങളാണോ ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? അതായത് ഇതിനോടകം തന്നെ നയതന്ത്ര തലത്തിൽ പല രീതിയിലുള്ള നടപടികൾ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്നു. ഇനി ഉപരോധങ്ങളടക്കം കയറ്റുമതി ഇറക്കുമതി പോലുള്ള കാര്യങ്ങളിലും മറിച്ച് മറ്റ് രാജ്യാന്തര തലത്തിലെ ഉപരോധങ്ങളിലേക്കും ഇന്ത്യ കടക്കുകയാണോ പാകിസ്ഥാനെതിരെ തുടങ്ങിയ ചില സംശയങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളടക്കം എന്തായാലും ഈ പത്രസമ്മേളനത്തിൽ വരുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം പാർലമെന്റ് സമ്മേളനത്തിലാണ്. അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ. അതിന്റെ കാര്യങ്ങളടക്കം എന്തായാലും മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.